കഥയല്ലിത് ജീവിതം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ഭാര്യ ഭർത്തൃ ബന്ധത്തിലുണ്ടാകുന്ന പല പല പ്രശ്നങ്ങളും ചർച്ച ചെയ്യുകയാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം. അങ്ങനെ ഒരുപാട് കുടുംബങ്ങൾ ഞങ്ങളുടെ ചർച്ചയിൽ പങ്കെടുക്കുകയും അവരുടെയൊക്കെ എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾ തന്നെ ചർച്ച ചെയ്ത് പരിഹരിക്കുകയും ഇപ്പം നല്ല രീതിയിൽ ഒരുപാട് കുടുംബങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നറിഞ്ഞതിൽ ഈ പരിപാടിയുടെ പ്രവർത്തകർ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളുടെ ജഡ്ജിയെ എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട നിയമപാലകരെ നമുക്കൊന്ന് പരിചയപ്പെടാം. നമ്മളുടെ മുൻ ചീഫ് ജസ്റ്റിസും അതുപോലെ തന്നെ ഹൈക്കോടതി അഭിഭാഷകനും മനുഷ്യാവകാശ കമ്മീഷൻ്റെയൊക്കെ പ്രവർത്തകനുമായ ശ്രീമാൻ കൈമൾ അദ്ദേഹമുണ്ട്. അദ്ദേഹത്തെ നമുക്ക് മാന്യമായി ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യാം. മറ്റൊരു നിയമപാലകനെ പരിചയപ്പെടാം. നമ്മുടെ മനുഷ്യാവകാശ പ്രവർത്തകനും കുടുംബ കോടതി പ്രവർത്തകനുമൊക്കെയായ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ മേനോൻ അവർകൾ, അദ്ദേഹത്തെ നമുക്ക് വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യാം. ഇനി നമ്മുടെ പ്രശ്നത്തിൽ ഇന്ന് ആദ്യമായി നമ്മുടെ ഈ പ്രോഗ്രാമിൽ നിന്ന് പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ നിന്നും ശ്രീദേവി. വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ അവരുടെ കുടുംബം എന്ന് പറയുന്നത്. നമുക്ക് ശ്രീദേവിയോട് നേരിട്ട് തന്നെ ചോദിക്കാം. ശ്രീദേവിയെ വേദിയിലേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു. ഇവിടുത്തെ സെക്രട്ടേറിയറ്റ് മാർച്ച് വല്ലതും ഉണ്ടോ? അതല്ല എന്റെ ബന്ധുക്കളാ. ഇതെന്റെ അനിയത്തി, അവിടെ ഇരി മോളെ. അങ്ങോട്ട് ഇരി, എല്ലാരും ഇരി. ഇതെന്റെ അച്ഛൻ, എവിടെയെങ്കിലും ഇരി. അവിടെ അല്ല, അവിടെ മടി കയറി ഇരി. ഇവിടെ ഇരുന്നോ. മെമ്പർ ഇരി, മെമ്പർ അവിടെ ഇരി. തീരുമാനം ഉണ്ടാക്കണം മെമ്പറെ. ശ്രീദേവി, ഓ അപ്പൊ ശ്രീദേവി നമ്മളുടെ കോടതിയിൽ അയച്ച പേപ്പറൊക്കെ നമുക്ക് കിട്ടി. അപ്പൊ നമ്മള് തൂക്കി വിറ്റ അത്ര ഉണ്ടായിരുന്നോ? ഇല്ല, ഇത് അറിഞ്ഞിട്ട് വേണം തൂക്കിയിരിക്കാൻ. അപ്പോൾ ഞങ്ങളുടെ മനുഷ്യാവകാശ കമ്മീഷനൊക്കെ ആയിട്ട് ഞങ്ങൾ സംസാരിച്ചു ശ്രീദേവി. അപ്പൊ നമുക്ക് നോക്കട്ടെ, ഇവിടുന്ന് വളരെ കൃത്യമായിട്ട് നിയമപരമായിട്ടുള്ള നടപടി ഉണ്ടാക്കി തരാൻ പറ്റുമെങ്കിൽ നമുക്ക് ചെയ്തു തരാം. ശ്രീദേവി, പറയൂ, എന്താണ് നിങ്ങളുടെ പ്രശ്നം? എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത്? എന്താണെന്ന് പറയൂ. സംഭവിച്ചെന്തോ എനിക്ക് അങ്ങനെ സംശയം. ആരെ? ഭർത്താവിനെ? എനിക്ക് അങ്ങനെ സംശയം. ഭർത്താവിന്റെ പേരെന്താ? ഭർത്താവിന്റെ പേരെന്ന് പറഞ്ഞ സുനി. 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 സുനി, ആ പറയൂ. കേട്ടോ, എനിക്ക് അങ്ങനെ സംശയമാണ്. രാത്രി കാലങ്ങളിൽ ചില ഇറങ്ങി നടപ്പും ചില പോക്കും എനിക്കത് കൂടെ തീരെ പിടിക്കുന്നില്ല. സുനി രാത്രി എണീറ്റ് നടക്കാറുണ്ട്. ശരി, അതൊക്കെ പോട്ടെ. ഇത് ആരൊക്കെ? ഇതെന്റെ അനിയത്തി. ഇതനിയത്തി. ഇതെന്റെ ഇളയ മോന്. ഇതിപ്പോ ഉള്ള മോള്. ഇനിയുണ്ട് വേറെ, അങ്ങാര് കൊണ്ടുപോയേക്കാ. മൊത്തം എത്ര മക്കളാ? മൊത്തം എനിക്ക് എണ്ണത്തിൽ ഇപ്പൊ 4 ഉണ്ട്. ഒന്ന് വയറ്റിൽ 5. ശരി, ഇത് എന്റെ അച്ഛന്. അച്ഛൻ. അപ്പൊ അത് അങ്ങിരിക്കുന്നത് ഇത് മെമ്പർ, പഞ്ചായത്ത് മെമ്പർ. ശരി. അപ്പൊ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ ശ്രീദേവിയെ ഒരാളെ മാത്രം വിളിച്ചിരുത്തി നമ്മൾ അങ്ങനെ സംസാരിക്കുന്നത്, ഒരാളുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നത് അത്ര ശരിയുള്ള കാര്യമല്ല. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് അത് ചോദിക്കുമ്പോ എല്ലാരും പോയാ ആൾക്കാരെല്ലാം പോയി. അപ്പൊ നമ്മളങ്ങനെ ഒരാളുടെ പ്രശ്നങ്ങൾ മാത്രം പറയുകയോ പരിഹരിക്കുകയോ ചെയ്യുന്നത് ശരിയല്ല. നമുക്കപ്പോൾ നമ്മുടെ ശ്രീദേവിയുടെ ഭർത്താവ് സുനിലിനെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം. ഇതെന്താ ഉച്ചക്കഞ്ഞുകൾ അരിയും ചാക്കുവോ? അയ്യോ, എന്റെ ചെറുക്കനെയാണോ നിങ്ങൾ ഈ കൊച്ചിനെ എന്തോ കൊണ്ടുപോയി കേട്ടോ. ഇതൊക്കെ കണ്ടോണം മേഡം, ഇത് കണ്ടോണം. ശ്രീദേവി, ഇത് നിങ്ങളുടെ വിവാഹം അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നോ അതോ അല്ലാത്ത കല്യാണമായിരുന്നോ? ലവ് മാരേജ് ആയിരുന്നു? കേട്ടോ, എന്റെ കുടുംബത്തിൽ ആരും അറേഞ്ച് ചെയ്തിട്ടില്ല. ഞാൻ വിചാരിച്ചു നിങ്ങള് ഒരു ഇത്തിരി സംസ്കാരമുള്ള സ്ത്രീയാണ്. അല്ല, ഞാൻ അതല്ല ശ്രീദേവി. എന്തോന്ന് വീടല്ല കേട്ടോ. മേഡത്തിന് കഴിക്കാനുള്ള അവിടെ ഇരിക്കട്ടെ, എന്റെ ഉണ്ട കയറ്റി തരല്ലേ. കുഞ്ഞു കിടന്ന് കീറുന്നു കണ്ടോ. അത് തന്നെ പറഞ്ഞടുത്ത് നിന്റെ വായിലൂടെ വെച്ചു കൊടുത്തു. ഇത്ര നേരം മിണ്ടായിരിക്കുമല്ലേ? കോളനി അല്ല കേട്ടോ, ലക്ഷമീട് കോളനി കിടന്ന് അടി ഉണ്ടാക്കുന്ന കണക്ക് എനിക്ക് വേറെ സ്വഭാവം ഉണ്ട് പറഞ്ഞേ. അപ്പൊ ശ്രീദേവി, നിങ്ങൾ പ്രേമിച്ച് കെട്ടിയതാണോ അതോ സ്നേഹിച്ച് കെട്ടിയതാണോ എന്റെ ചോദ്യം? ഞങ്ങൾ അങ്ങനെ ലവ് മാരേജ് മാത്രമായിരുന്നു. അങ്ങനെ പ്രേമിക്കുകയോ സ്നേഹിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ശരിയാ? ഇല്ല, അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ലവ് മാരേജ്. എത്ര വരെ പഠിച്ച്? അതൊന്നും പറയണ്ട, എനിക്ക് ഇത്രയും വിദ്യാഭ്യാസം കൂടി പോയോണ്ട് ഞാൻ ക്ഷമിച്ചതല്ല കാര്യങ്ങള്. അതെന്ത് കേട്ടോ,
കേട്ടോ ഈ കാലമാണ് എന്നെ സ്നേഹിക്കുന്ന സമയത്ത് 2ാം ക്ലാസ്സിൽ വെച്ച് ഞാൻ എനിക്ക് ലെറ്റർ തന്ന് കേക്കണം. അല്ല ശ്രീദേവി കേക്കണം. അല്ല 2ാം ക്ലാസ്സിൽ വെച്ച് എനിക്ക് ലെറ്റർ തന്നു ഞാൻ. കേട്ടോ ഇവിടെ ഇവിടെ ഇരി കേട്ടോ ഒന്ന് പറയുന്നില്ല ഞാന്. ശ്രീദേവി നില്ല്. കുഞ്ഞ് കരയുന്നു. കുഞ്ഞിനെ തൊട്ടിൽ കടത്തിയിട്ട് വരട്ടെ. അപ്പുറം ഞാൻ തൊട്ടി കെട്ടിട്ടുണ്ട്. മക്കള് കരയല്ലേ, മക്കള് കരയാതെ പെണ്ണ് കരയല്ലേ. അവിടുത്തെ കൊച്ചിനെ കൊണ്ട് വരല്ലേ ആരോട് പറയാതെ സുനിക്ക് എന്തോ ജോലി എന്തോരെന്ന്? അവനെ പുറത്തേക്ക് ജോലിയൊന്നുമില്ല. ചെണ്ടമേളത്തിന്റെ എന്തോ പരിപാടിയാണ്? അതെ അവന് സർക്കസിന്റെ പരിപാടി ഉണ്ട്. സർക്കസില്. അത് ശരി. പണ്ട് അപ്പൊ ശ്രീദേവി കുഞ്ഞിനെ തൊട്ടിൽ കൊണ്ട് കിടത്തിയ? കൊണ്ട് കിടത്തി. അപ്പൊ ശ്രീദേവി പറ, ഇനി എങ്ങനെ നിങ്ങളുടെ കല്യാണത്തിന് എന്തോ അങ്ങോട്ട് ചെല്ലുന്ന വഴിക്കാൻ നല്ല വാതിൽ ചെല്ലുക എന്നൊക്കെ പറയുമല്ലോ. ഞാൻ പറഞ്ഞില്ലേ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എഴുത്ത് തന്ന്. അന്ന് എനിക്ക് 18 വയസ്സുണ്ട്. 18 വയസ്സ് കേട്ടോ. അതെ മാഡം, 2ാം ക്ലാസ്സിലേ 18 വയസ്സ് കാര്യമുണ്ട്. ഒരു 2ാം ക്ലാസ്സിൽ മനസ്സിരുത്തി അങ്ങ് പഠിച്ച്. അത് പറ, അത് അംഗീകരിക്കാമല്ലേ. ഞാൻ മനസ്സിരുത്തി പഠിച്ചുകൊണ്ട് 2ാം ക്ലാസ്സിൽ 18 വർഷം ഇരുന്നു. അതുകൊണ്ട് അവിടെ ഇരുന്നു. അവസാനം കൂടെ പഠിച്ച ഒരു അധ്യാപകരായിട്ട് തല്ലിപ്പെടുത്താണ് ഞാൻ എണീച്ചു പോരുന്നത്. അറിയാമോ? അപ്പൊ 18 വർഷം ശ്രീദേവി സ്കൂളിൽ നിന്ന് പഠിച്ചപ്പോ ശ്രീദേവിയുടെ കൂടെ പഠിച്ചവരൊക്കെ അവിടെ സാറുമാരായിട്ട് വന്നു. അങ്ങനെ നാണക്കേട് കൊണ്ട് പഠിപ്പ് നിർത്തി. ഇത് ഞാൻ ചെയ്ത തെറ്റാണോ ഇല്ലെന്ന് അദ്ദേഹം കേട്ടോ. ഇരിക്കും ശ്രീദേവി, ഇനി സംസാരിക്കും. എന്നെ ഇങ്ങനെ എന്റെ അടുത്ത് പറഞ്ഞ് ഇത്ര നമ്പർ ലോഡ്ജിൽ ഇന്ന ലോഡ്ജിൽ 62ാം നമ്പർ മുറി വരാൻ പറഞ്ഞു. കല്യാണത്തിന് മുമ്പ്? കല്യാണത്തിന് മുമ്പ് ഞാൻ പറഞ്ഞു അവിടെ പറ്റത്തില്ല, അവിടെ പറ്റത്തില്ല. എവിടെ? വീട്ടില് 62ാം നമ്പർ റൂമിൽ ഞാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ലോഡ്ജിൽ വിളിച്ച് ഞാനേ സ്വയമാനോട്ട് കുടുംബത്ത് പറഞ്ഞവളാ എന്നെ ലോഡ്ജിൽ വിളിച്ചേക്കുന്നു. ഞാൻ പറഞ്ഞു പറ്റത്തില്ല, 30ാം നമ്പർ റൂം താഴെ ഡബിൾ റൂമാന്ന് പറഞ്ഞു കേട്ടോ. അത് മതി എന്ന് പറഞ്ഞു. അത് മതി എന്ന് പറഞ്ഞു ഞാൻ. എന്നിട്ട് പറ. എന്നിട്ട് എന്നെ വിളിച്ച് അകത്ത് കയറ്റി കുറ്റിയിട്ടിട്ട് പറ ശ്രീദേവി. അപ്പൊ നേരത്തെ പറഞ്ഞല്ലോ 36ാം നമ്പർ റൂം എടുത്തു, കുറ്റിയിട്ടു. അപ്പോഴത്തേന് ഏതോ കാലം മറ്റേ മ്യൂസിക് ഇട്ട്. എന്റെ ബാക്കി ഒന്നുകൂടെ പറയും. ആ കുറ്റി ഇട്ടിട്ട് എന്തായിരുന്നു അവിടെ പരിപാടി? കൊള്ളാല്ലേ? ഇപ്പഴേ ഒരു കാര്യം ചെയ്, തീർത്തും അറിയണമെങ്കിലേ ആ നമ്പർ റൂം ഇപ്പോഴും ഇവിടെ കിടപ്പുണ്ട്. പോയി കുറ്റിയിട്ട് നോക്ക്, ഊപ്പാട് വരും കേട്ടോ. അപ്പൊ അത് പോട്ടെ ശ്രീദേവി, അത് മനസ്സിലായി. അപ്പൊ അങ്ങനെ സുനിയുമായിട്ട് ഉള്ള വിവാഹം നടന്നല്ലോ. അപ്പൊ ഇതിനകത്ത് ഈ പരാതിയിൽ നിങ്ങൾ എഴുതിയിരിക്കുന്നു, നിങ്ങൾ വീട്ടിലോട്ട് ചെന്നപ്പോ അമ്മായി അമ്മയായിട്ട് തമ്മിൽ എന്തോ പറയല്ലേ? അയ്യോ അവരെ കുറിച്ച് പറയല്ലേ. ഇത്രയും നല്ലൊരു സ്ത്രീ. അതല്ല, അപ്പൊ അമ്മായി അമ്മയോട് ഇത്രയും ഈ സ്ത്രീക്ക് ഇത്രയും സ്നേഹമുണ്ടെങ്കിൽ പറ സുനി, എന്താ പ്രശ്നം? എന്താ? അപ്പൊ സുനിയുടെ ഭാഗത്തല്ലേ തെറ്റ്? ഇത് സുനിയല്ലേ? ഇത് ശനിയായത്. ശനിയല്ല, കണ്ടക ശനി. കൊണ്ടേ പോവോടി, നിന്നെ കൊണ്ടേ പോവും. ഇന്നിപ്പോ 2 എന്റെ കേട്ടോടി കേട്ടോ. ഈ കൊച്ചിന്റെ അടുത്ത് ആവശ്യമില്ല. നീ തന്തയുടെ കൂടെ കേട്ടോ. ഞാൻ കഷ്ടപ്പെട്ട് ഇത്രയും വളർത്തിയല്ലോടി. പറഞ്ഞോളൂ കേട്ടോ. ഇങ്ങനെ അമ്മായിയമ്മയെ കുറിച്ച് പറഞ്ഞല്ലേ, ഇത്രയും നല്ലൊരു സ്ത്രീ, ഇത്രയും നല്ല തേജസ്സുള്ള സ്ത്രീ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. കേക്കണോ? എന്നെ കല്യാണം കഴിച്ച് ഞാൻ ആ പടിവാതൊക്കെ നിൽക്കുമ്പം സൂര്യൻ ഉദിച്ചതുപോലെ എന്റെ അമ്മായിയമ്മ ഒരു വിളക്ക് പാട്ടി ഞാൻ നിൽക്കുക. കല്യാണത്തിന്റെ അന്ന് മേഡം കേട്ടോണം, എന്റെ അന്തസ് ഞാൻ വിട്ട് കളയത്തില്ല മേഡം. കാര്യം പറ. ഞാന് എന്റെ അമ്മായിയമ്മ എന്റെ കയ്യിലോട്ട് വിളക്ക് തന്നപ്പോ കരയാതെ പറ ശ്രീദേവി, അവിടെ ഇരിക്കി പറ. എന്റെ ഈ വലത്തെ കൈ കിടന്ന 1.5 പവന്റെ അങ്ങനെ ചടങ്ങുണ്ട്, വളയൂരുന്ന എന്തോ ഒരു ചടങ്ങുണ്ട് അമ്മായിമ്മക്ക്, അങ്ങനെ കണ്ടൊരു ചടങ്ങുണ്ട്. ഞാൻ നല്ലവളാന്നോ കെട്ടവളാന്നോന്ന്. എന്റെ വലത്തെ കൈ കിടന്ന 1.5 പവന്റെ വള ഊരി ഇടത്തെ കയ്യിലിട്ട് മാന്യമായിട്ട് ഞാൻ വിളക്കിഞ്ഞ് വാങ്ങിച്ചു. അറിയാവോ? അറിയാവോ? വിളക്ക് വാങ്ങിച്ച് ഞാൻ അന്തസ്സിട്ടും കുറവ് കാണിച്ചിട്ടില്ല. ഇടത്തെ കൈയിട്ട് വിളക്ക് വാങ്ങിച്ച് സത്യം പറഞ്ഞ വലത് കാലെടുത്ത് വെച്ച് വീട്ടിനകത്തോട്ട് കുത്തിയതും വെട്ടിയിട്ട വാഴ പോലെ ദാ കിടക്കുന്ന അമ്മാവി അമ്മ. സത്യം ഐശ്വര്യായിരുന്നു. അവര് പിന്നെ മൂന്നിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല, ഇടയ്ക്കിടയ്ക്ക് വെള്ളം. അപ്പൊ ഞാൻ കുറെ കഞ്ഞി കൊണ്ട് കൊടുക്കും. കഞ്ഞി കൊടുക്കും. അമ്മ അല്ല കഞ്ഞി കൊടുക്കും. പറ്റുമൊത്തം ഞാൻ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കും. കഞ്ഞി ചോറ് ഇറങ്ങിക്കഴിഞ്ഞാലേ വീണ്ടും ശ്വാസം വീണാലോ. അത് ശരി. അപ്പൊ അതായിരുന്നു നിങ്ങളുടെ ഇത്. ഈ എന്റെ മോള് പറഞ്ഞത് സത്യം തന്നെയാ. തീരമായിട്ട് ഇവൻ ഇവിടെ എടുത്തിട്ട് അടിക്കും. ഡെയിലി കരച്ചിലുള്ള നാട്ടുകാർക്ക് കിടന്നുറങ്ങാൻ വയ്യ. എന്നിട്ട് ആരാ നിലവിളി കേൾക്കുന്നത്? ആരാ നിലവിളിയാ? സുനിയുടെ
അത് ശരി. അപ്പൊ ഈ ഒന്നാമത് എന്റെ കണ്ണ് രണ്ടും പോയി. ഏ, ഇനി ഇവന്റെ നിലവിളി കാണാൻ ചെവിയും കൂടെ ഉള്ളു പോവാൻ. അത് ശരി. അപ്പൊ ഈ സൂര്യൻ ഉദിച്ച പോലെ പെണ്ണ് വേണമെന്ന് അങ്ങണ്ട് സുനി അങ്ങണ്ട് ഇത് വാശി പിടിക്കണം. പറയട്ടെ, കാര്യം പറയട്ടെ. ചോദിച്ചെങ്കിലല്ലേ പറയാൻ പറ്റത്തുള്ളൂ. ഇവളെ പെണ്ണ് കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ, അതായത് ഇവരെ ലോഡ്ജിൽ വെച്ച് ഞങ്ങളൊരു വിഷയമൊക്കെ ഉണ്ടായി, അങ്ങനെ ഒരു പ്രശ്നമൊക്കെ ആയി പിടിച്ചിട്ട് അമ്മ വീട്ടുകാരെല്ലാം പറഞ്ഞ് നമുക്ക് ബാക്കിയുള്ള ചടങ്ങ് പരമായിട്ട് കല്യാണം നടത്താമെന്ന് പറഞ്ഞു. അങ്ങനെ ബ്രോക്കറെ വിട്ട് ബ്രോക്കറെ അടുത്ത് ഞാൻ പറഞ്ഞു, ബ്രോക്കറെ ഒരു സൂര്യ തേജസ് പോലത്തെ ഒരു പെണ്ണ് വേണമെന്ന് പറഞ്ഞു. എന്നിട്ട് ബ്രോക്കർ കൊണ്ടുവന്ന് ഇവളെ കാണിച്ചു. ഇവക്ക് സൂര്യന്റെ തേജസ് മാത്രമല്ല, ഇവക്ക് സൂര്യന്റെ സ്വഭാവമുണ്ട്. അതെന്താ സൂര്യന്റെ സ്വഭാവം? സൂര്യന്റെ സ്വഭാവം എന്തുവാന്നോ, രാവിലെ വരും, വൈകിട്ട് അങ്ങ് പോകും. പറഞ്ഞിട്ടുണ്ട്, വൃത്തിയോടെ പറയാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മഴക്കാറുള്ള ദിവസങ്ങളിൽ ഇവള് വീട്ടിലോട്ട് വരത്തില്ലെന്ന്. അയ്യോ, എടീ, പറയോ നിങ്ങളെ? മോളെ ശ്ശേ, ഇതെന്ത് കഷ്ടമാണെന്ന് പറയുന്നത്. കണ്ടല്ലേ, എല്ലാരും കണ്ടല്ലേ, ഒരു പാവപ്പെട്ട സ്ത്രീയെ ഇത്രയും വലിയ വലിയ ആൾക്കാർ അടക്കി വെച്ച് പട്ടിയെ പോലെ തല്ലെന്ന് നോക്കിയിരുന്ന് ചിരിച്ചോണ്ട് കണ്ടല്ലേ. ശ്രീദേവി, ശ്രീദേവി ഏതോ ഒരു കമത്തോടിന്റെ ഒരു കാര്യം പറഞ്ഞു, അങ്ങനെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായെന്നോ, അതാണ് ഈ വഴക്കിന് കാരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തരട്ടില്ല. ഇവളെ കല്യാണം കഴിച്ച് ആദ്യ രാത്രിയെ കിടന്ന് ഉറങ്ങുക. ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ഇങ്ങനെ മേലോട്ട് നോക്കി ഇങ്ങനെ കിടന്നപ്പോ കമത്തോടിന്റെ ഒരു പകുതി പൊട്ടി എന്റെ നെഞ്ചത്ത് വന്ന് വീണ്. അത് ശരി. ആ ഗ്യാപ്പിൽ കൂടെ നോക്കിയപ്പോൾ ഒരുത്തൻ നടന്നു പോന്നു. എന്റെ പൊന്നു മേഡം, അത് ഞങ്ങൾ എന്തായാലും ആദ്യ രാത്രി അല്ലയോ, ഈ പഴവും മറ്റേ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വെച്ചേക്കെ ഇല്ലയോ, ഇതിന്റെ മണം അടിച്ചാൽ മരപ്പട്ടി അങ്ങാണ്ട് നടന്നു പോയതാ. ഈ കാലത്തി മരപ്പറ്റി എന്ന് പറഞ്ഞാൽ ഈ പാലക്കാട്ട് ഏറിപ്പിട്ടു. നീ വൃത്തിയോടെ പറയരുത്. ഞാൻ PKC ഉപയോഗിക്കുന്നു. മെമ്പറേ, ഞാൻ മെമ്പറോട് ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ വയ്യാത്ത പട്ടി കയ്യാലെ കയറേണ്ട കാര്യമുണ്ടോ? അല്ല, ഉണ്ടോ? അതുപോട്ടെ, ഇനി വേറെ കാര്യം പറയാം. എന്റെ ഈ രണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് വലിയ അധ്വാനിച്ച് കൊടുത്ത് പഠിപ്പിക്കുന്ന എന്റെ ഈ രണ്ട് കുഞ്ഞുങ്ങളെ ഞാൻ കഷ്ടപ്പെട്ട് ജീവിതങ്ങളെ നല്ല നിലയിൽ നല്ല സ്കൂളിൽ വിട്ടാ പഠിപ്പിക്കുന്നത്. നല്ല സ്കൂളില് ഇങ്ങനെ എന്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് ബാലവേല ചെയ്യിക്കാം. ബാലവേല എന്ത് വേലയൊക്കെ ഞങ്ങളൊന്ന് അറിയട്ടെ. പറയാം കേൾക്കണം. ഇങ്ങനെ എന്റെ കൊച്ചുങ്ങൾ തെരുവില് റോഡ് സൈഡില് ചണത്തിനകത്തൂടെ അതി നടത്തിക്കുക. പിന്നെ അത് മാത്രമല്ല, ഗുസ്തി കളിപ്പിക്കുക, ഇതൊക്കെ ചെയ്ത് സർക്കസ്. എന്നിട്ട് മേഡം, അപ്പൊ ശ്രീദേവി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബാലവേല ചെയ്യിപ്പിക്കുകയാണ്. അതായത് ഈ ഇവർക്ക് ജനിച്ച ഈ രണ്ട് മക്കളെ കയറിലൂടെയും തീയിലൂടെ ഒക്കെ ചാടിപ്പിച്ചിട്ട് നാട്ടുകാരെ പൈസ തണ്ടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് സർക്കസ്. സർക്കസിൽ ഇട്ടേക്കുന്ന പേരെന്തുവാ? ടെസ്റ്റ് ചെയ്യണമെന്ന്. സർക്കസിൽ ഇട്ടേക്കുന്ന പേരെന്തുവാ? എന്തുവാ? സുനി സർക്കസ്. കൊള്ളത്തില്ലയോ? സുനി സർക്കസ്. എന്റെ കുഞ്ഞുങ്ങൾ സംശയം ഉണ്ടോ? ആ മാതിരി മ്യൂസിക്കോ ഒരു പാട്ടോ കേട്ടോ അപ്പോൾ ഇവന്മാർ സർക്കസ് തുടങ്ങും. മ്യൂസിക് എന്നിട്ട് കേട്ടോ, ഒരു മ്യൂസിക്. ഇപ്പൊ സംഭവം മനസ്സിലായി. ഇപ്പൊ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുഞ്ഞ് ഈ പ്രായപൂർത്തിയാവുന്ന കൊച്ചു കുട്ടികളെ കൊണ്ടുവന്ന് ഇങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ എന്താ സംഭവം അറിയാമോ? എത്ര വർഷം കോടതിയിൽ ശിക്ഷ എന്നറിയാം ഈ സുനി സർക്കസ് കൊണ്ട്. നിങ്ങളുടെ കുടുംബത്തിന്റെ ശരിക്കും ഉണ്ടായ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു. നിങ്ങൾ ശരിക്കുള്ള പ്രശ്നം പറയും. ശരിക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ രാത്രി 12 മണിയാകുമ്പോ ഈ കാലമാണ് തലകളിൽ കിട്ടിപ്പിടിച്ച് പടിഞ്ഞാറോട്ട് നടത്താം. മാഡം, അതെന്റെ ഒരു അസുഖമാണ്. ഉറക്കത്തിൽ നടക്കുന്ന ഒരു അസുഖമാണ്. എന്തോ കാലം അതിനൊക്കെ അസുഖം എന്തുവാ? എനിക്ക് മനസ്സിലായി. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇതിപ്പോ എല്ലാ കുടുംബത്തും ഉണ്ട്. ഇതിന്റെ പേരെന്താണ്? സോമനാംബുലിസം. ഞാൻ പറഞ്ഞു സോമന്റെ ആംബുലൻസ് തള്ളി തകർത്തത്. സോമന്റെ ആംബുലൻസ് കേട്ടോ. സോമന്റെ ആംബുലൻസ് അല്ല, പിന്നെ സോമനാംബുലിസം എന്ന് പറയുന്നത് ഇംഗ്ലീഷിലെ പേരാണ്. അതായത് ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് നടക്കുക. അതാണ് ഇപ്പൊ സുനിക്ക് വന്നിരിക്കുന്ന അസുഖം. അതിനൊരു സംശയം വേണ്ട ശ്രീദേവി. അപ്പൊ നിങ്ങൾ ശരിക്കും മനസ്സിൽ കുറച്ചൊരു ചെറിയ സംശയത്തിന്റെ പേരിലാണ് നിങ്ങൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അപ്പൊ നിങ്ങളുടെ മനസ്സ് വളരെ വളരെ ഇതാണ്, വളരെ സോഫ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ ഒന്നിക്കേണ്ട സമയം കഴിഞ്ഞു. ഇനി വന്നേ ശ്രീദേവി, വാ. അല്ല മേശ്ശേരി, മേശ്ശേരി എന്നെ പറ. മേശ്ശേരിയാ? ആര് മേശ്ശേരി? അല്ല, കൊട്ടുകൂടിയൊക്കെ അടുത്തിരിക്കുന്നത്. കൊട്ടുകൂടിയായിട്ട് മേശ്ശേരിയാ? അല്ല, ഞാൻ പറഞ്ഞത് എനിക്ക് ശ്രീദേവി, അപ്പോ
സുനിയെ വിളിച്ച് ഞാൻ മോനെ വിളിക്കത്തില്ല. കണ്ടോ കുഞ്ഞിനെ എത്ര വർഷമായി കണ്ടിട്ട്? ഈ ആ കൊച്ചിനെ കടിച്ച് ഞെക്കി കൊല്ലാതെ മോനെ, കൊല്ലാതിനെ. അയ്യോ അതിനെ ഇപ്പൊ കൊല്ലു ഇത് വിളി. ഇത്രയേ ഉള്ളൂ, ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഇപ്പോൾ അവിടെ പോയിരുന്ന രണ്ടുപേരും കുഞ്ഞിനെ വിളിച്ചിട്ട് കൊടുക്ക്. മോൻ തിന്നത്തില്ല. അല്ല ഇച്ചിരി കൊടുക്ക്. കൊച്ചിനിച്ച് കൊടുക്കാൻ പറ. ഇല്ല, അവൻ എന്ത് ചോദിച്ചാലും ചിലപ്പോൾ അവനാണ്ട് തൊണ്ടക്കുടിക്കൂടെ വെള്ളം ഇറങ്ങി പോകുന്നുണ്ടോ? ഇല്ല, എന്ത് ചോദിച്ചാലും വേണ്ട വേണ്ടെന്നേ പറയൂ. രണ്ട് പിള്ളേരും വേണ്ട വേണ്ടെന്നേ പറയൂ. ഏത്? ഞാൻ എന്ത് തിന്നാൻ കൊടുത്താലും എൻ്റെ അടുത്ത് ഇത്ര കാണിക്കരുത് കേട്ടോ. എൻ്റെ അടുത്ത് ഞാൻ എന്ത് ചോദിച്ചാലും ശ്രീദേവി ഈ മക്കളെ അങ്ങോട്ട് അടുത്തോട്ട് പിടിച്ച് ഒരു ചിരിച്ച് അവരെ വായിലോട്ട് വെച്ച് കൊടുക്കുക. അവരുടെ വെള്ളം ഇറക്കുന്നുണ്ടില്ലേ? അവര് വേണ്ടെന്നേ പറയത്തുള്ളൂ. കൊടുത്തു നോക്ക് ശ്രീദേവി, കൊടുത്തു നോക്ക്. വേണ്ടാത്ത പിള്ളേരെ ഞാൻ എങ്ങനെ തീറ്റിക്കും? കൊടുത്തു നോക്ക് ശ്രീദേവി, കൊടുത്തു കൊടുത്തു നോക്ക്. ഞാൻ എന്ത് ചോദിച്ചാലും അവര് പറയും വേണ്ട മച്ചി എന്നാ പറയുന്നത്. പിന്നെ എന്തിനാ കൊടുക്കുക? അല്ല ഒന്ന് കൊടുത്തു നോക്ക് ശ്രീദേവി. ഇതൊരു കഷ്ടമായത്. ലഡു വേണോടാ? ലഡു വേണോടാ? വേണോ? മക്കളെ എന്താ വേണ്ടാന്ന്? അപ്പൊ ശ്രീദേവി അവിടെ പോയി മക്കൾ രണ്ടുപേരും ഇഞ്ഞു വാ. അപ്പൊ മക്കൾക്ക് ഇപ്പൊ ആരെങ്കിലും ആരെ കൂടെ ജീവിക്കാൻ ആഗ്രഹമുള്ളതുകൊണ്ട് ആയിരിക്കുന്ന അങ്കിളിനോട് പോയി പറയണം. ഓടിച്ചില്ല ഇതെന്തേ അപ്പം നിങ്ങൾക്ക് അച്ഛനോടെ പോണോ അമ്മയോടെ പോണോ? മാമന്റെ കൂടെ. അവനോട് വരാനാ വള്ള പിള്ളേരെ വളർത്താൻ സമയമില്ല. അപ്പൊ ഇതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീദേവി, നിങ്ങളുടെ കുടുംബത്തില് സുനി ഇത് കേൾക്കുന്നുണ്ടോ? നമ്മുടെ കുടുംബത്തില് ഇങ്ങനെയുള്ള ഈ രാത്രി അസമയത്ത് നമ്മുടെ ഈ ഭർത്താക്കന്മാര് നമ്മുടെ വീടുകളിൽ നിന്ന് ഇങ്ങനെ എണീറ്റ് നടക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വീടുകളിൽ അശുഭമായ ലക്ഷണങ്ങളാണത്. അത് നമുക്ക് ഈശ്വരഭക്തി വേണം, ഈശ്വര വിശ്വാസം വേണം. എനിക്ക് ഭക്തി ഇല്ലെന്ന് പറയല്ലേ. ഈശ്വര വിശ്വാസം വേണം. എനിക്ക് വിശ്വാസമുണ്ട്. അപ്പൊ ഈശ്വര വിശ്വാസം അനുസരിച്ച് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. നമുക്ക് ഭയങ്കര അപ്പൊ നമുക്ക് കരുനാഗപ്പള്ളിയിൽ ഒരു തിരുമേനിയെ കൊണ്ടിട്ട് ഞങ്ങൾ ഒരു ഏലസ് ജപിച്ച് ഇവിടുന്ന് തരുന്നുണ്ട്. അപ്പൊ ആ ഏലസ് രാവിലെ സുനിക്ക് കുളിച്ചിട്ട് അത് കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ഉറക്കത്തിൽ നിന്നുള്ള എഴുന്നേറ്റ് നടത്തവും ഈ അസമയത്തുള്ള പോക്കെല്ലാം മാറി കിട്ടും. ഉറപ്പാണ്. 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 ഉറപ്പ്. ഏലസ് കെട്ടിയാ എന്റെ ഉറക്കത്തിൽ ഉറപ്പായിട്ട് എഴുന്നേറ്റ് നടത്താൻ മാറി കിട്ടും. അങ്ങനെയാണെങ്കിലേ 2 ഏലസ് വേണം. അതെന്തിനാ 2 ഏലസ്? എന്തിനാന്നോ? ഒന്ന് മക്കളുടെ അനിയത്തിക്ക്. എന്റെ അനിയത്തിക്ക് എന്തിനാ ഏലസ്? എന്റെ അനിയത്തിക്ക് എന്തിനാ ഏലസ്? എന്തിനാ ഏലസെന്നോ? എടി രാത്രി 12 മണിക്ക് ഞാൻ അങ്ങോട്ട് ചെന്നില്ലെങ്കിലേ രാത്രി 1 മണിയാകുമ്പോ അവൾ എഴുന്നേറ്റ് ഇങ്ങോട്ട് വരും. അങ്ങനെ വരാതിരിക്കാൻ ആ മത്തേലസ്. അങ്ങനെ ഒരുവിധം ഒപ്പിച്ചെടുത്ത്